വർഷത്തെ പഴക്കമുള്ള ആൾക്കാരാണ്. കണ്ടാൽ ലുക്കിലെന്ന് പറഞ്ഞാൽ നല്ല പ്രായമുണ്ട്, കളവനാണ് ഇരിക്കുന്നത്. കല്യാണത്തിന് വേണ്ടി ഡൈ ചെയ്തൊക്കെ ആക്കി വെച്ചേക്കുന്നതാണ്. ചുമ്മാ അങ്ങനെയല്ല, പുള്ളിയുടെ ഇത് ഇങ്ങനെ തന്നെയാണ്. പുള്ളിയുടെ മകളാണ് ഈ ഇരിക്കുന്നത്. ഇത് വൈഫ്. നമ്മൾ ജോയ് എന്ന് പറയുന്ന ഒരു ചേട്ടയുടെ മകന്റെ കല്യാണത്തിനായിട്ട് വന്നേക്കാണ്. അപ്പോൾ ഞങ്ങളുമായിട്ട് ഒരു 23 വർഷമായിട്ടുള്ള പരിചയമുണ്ട്. നമ്മുടെ ചന്ദ്രൂരിലാണ് ഇവർ ആദ്യം ജോലിയും കാര്യങ്ങളായിട്ട് അവിടെയായിരുന്നു. അവർ മീൻ്റെ പരിപാടിയൊക്കെ ആയിട്ടാണ് നമ്മുടെ വീടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അന്ന് പോലുള്ള പരിചയം. ആ രീതിയിലാണ് നമുക്ക് ഈ കല്യാണം വന്നത്. ജോയിച്ചേട്ടൻ ഇവിടെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, ഇവിടെ നമുക്കത് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് കൂടെ നിന്ന് വെച്ചാണ്. ഇത് പുള്ളിയുടെ വൈഫ്. പുള്ളിയുടെ പേര് സജി എന്നാണ്. ചേച്ചിയുടെ പേര് മീന. പിന്നെ മകളാണ് പേര് പറഞ്ഞു. ആ, അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളാണ്. അപ്പം നമ്മൾ എല്ലാവരെയും കണ്ടപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് തോന്നിയുകൊണ്ട് ചെറിയൊരു വീഡിയോയിലേക്ക് നമ്മൾ വന്നതാണ്. പിന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ, ഇങ്ങനെ ഒരു സ്ഥലത്ത് വരാൻ പറ്റിയത്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എന്നോട് ചോദിച്ചാലും കല്യാണം വിളിച്ചപ്പോൾ തന്നെ മോളാ നീ കുടുംബമായിട്ട് വരണം കേട്ടോ, ഞങ്ങളെ എല്ലാവരും എല്ലാവരും ഇതിനെ പ്രതീക്ഷിച്ചത് കൂടെ എല്ലാവരും വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ വന്നത്. പിന്നെ ഇവരെയൊക്കെ ഇവിടെ വന്നിട്ടാണ് പരിചയപ്പെടുന്നത്. ഒത്തിരി എന്നെ അറിയാമായിരുന്നു ഇവർക്ക് എല്ലാവർക്കും, പക്ഷേ എനിക്കറിയാൻ പാടില്ലെന്നുണ്ടായിരുന്നുള്ളൂ. ചേട്ടനാണേലും ഒത്തിരി എനിക്ക് സ്റ്റാൻഡപ്പ് പറയാനുള്ള സാധനമൊക്കെ ഒത്തിരി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അടുത്ത ആ സ്റ്റാൻഡപ്പ് പണിയാൻ മരുന്നായിരുന്നു. ചേട്ടൻ്റെ കഥയായിരിക്കും, ചേട്ടൻ്റെ പറത്ത് തീർന്നായിരിക്കും. അങ്ങനെ ഒരാളെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോ അതിൽ കൂടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ ഒറ്റക്ക് കിടന്ന് ചെയ്യായിരുന്നു. ഇപ്പൊ ഒരാൾ കൂടി ആയ ഒത്തിരി സന്തോഷം കേട്ടോ. ഈ ചേട്ടനെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റൂടെ, കരാച്ചേരി സജി എന്ന് പറഞ്ഞാൽ ഇവിടെ കിടുങ്ങുമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അതായത് അത് തമാശയിലൊരു സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. നല്ല പേരും ഉള്ള ആളാണ് അല്ലേ? സ്വന്തമായിട്ടല്ലേ ഞങ്ങൾ പറയണം. മറ്റേ ഇപ്പൊ ജോലിയുണ്ട്. പാലക്കാശുപത്രി ജോലിയുണ്ട്. മരുമകൻ, ഇദ്ദേഹം എന്റെ മരുമകനാണ്. തിരിഞ്ഞില്ല, ഇദ്ദേഹം എന്റെ മരുമകനാണ്. അബുദാബിയിലാണ്, ഓയിൽ ഫീൽഡിലാണ്. പിന്നെ മൂത്ത 2 ആൺപിള്ളേര് അവര് വിദേശത്താണ്. എല്ലാം കൊണ്ട് ഹാപ്പി. ലീവിന് നാട്ടിൽ 28-ാം തീയതി വന്നു. 27-ന് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, ആവശ്യമില്ലാത്ത വിളി വിളിച്ചാൽ മതിയോ കൊടുക്കാൻ. 2 കണ്ണൂരുകാർക്കാണ് ബീപ്പി കുടിക്കുന്നത്. ആവശ്യത്തിനടിക്കണം. ഒരെണ്ണം നല്ല മൂത്ത നാത്തൂന്റെ വീടിന് തൊട്ടുപുറത്തുള്ളതാണ്. അതിനു മുമ്പേ ദാസൻ വീട്ടിലെടുത്തിട്ട് അവനെ വയറാണെന്നൊക്കെ ഓർത്ത് കുടിക്കണം. ഒരു മിനിറ്റ് ഹോൾഡ്. ഹായ്, നമ്മൾ കൊല്ലത്താണ്. കൊല്ലം സെൻറ് ജോസഫ് പള്ളിയിലാണ്. നമ്മുടെ ജോയിച്ചേട്ടൻ മോൻ്റെ കല്യാണം കൂടാൻ വന്നായിരുന്നു. ഞങ്ങൾ ഒത്തിരി സന്തോഷമുണ്ട്. ജോയിച്ചേട്ടൻ വർഷങ്ങളായിട്ട് ഞങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ കല്യാണത്തിൽ വിളിക്കുകയും ഞങ്ങളിവിടെ വരാൻ പറ്റിയതിനും കൊച്ചിൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇത്രയാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഇതാണ് നമ്മുടെ ജോയിച്ചേട്ടൻ്റെ മകൻ. ഇത് ജോയിച്ചേട്ടൻ്റെ ഭാര്യ. ഇതാണ് ഞങ്ങളെ അടുത്താണ് താമസിക്കുന്നത്. അങ്ങനെയാണ് ഈ കല്യാണം ഞങ്ങൾ വിളിച്ചാണ് പറഞ്ഞു. ആദ്യമായിട്ടാണ് ഞാൻ കൊല്ലം ജില്ലയിൽ വരുന്നത്. കൊല്ലത്ത് വരികയും കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. പിന്നീട് ഇവെന്തായെന്നറിയോ, എന്റെ അടുത്ത സുഹൃത്താ ഇത്. അയ്യോ ഞങ്ങളെ 3 പേര്. 3 പേര്. അവിടെ ഞങ്ങള് 3 പേരായിരുന്നു അന്നേരം. നിങ്ങളിവിടത്തെ നാട്ടില് എന്റെ നാട്ടില് 2 മണിയാകുമ്പോ അടിക്കണം. അപ്പൊ ഞാൻ ചെന്നാൽ സാധനം കിട്ടും. ഇതിന്റെ കഥ പറഞ്ഞ സുഖമോ അതൊക്കെ. അപ്പൊ അതെ നമ്മുടെ ഫ്രണ്ടാണ് ഈ നടക്കി നിൽക്കണ സജി. പിന്നെ അവരുടെ ഫ്രണ്ട്
നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ വന്നപ്പോൾ ഓരോ കാര്യങ്ങളെല്ലാം മനസ്സിലായി. എങ്ങനെയാ പറയണത് വെച്ചാൽ അതെ എല്ലാവരും അതെ ഇത് നമ്മുടെ ജോയിച്ചേട്ടൻ്റെ അനന്തരവനാണ്. അത് എൻ്റെ ഒരു കൂടപ്പുറപ്പിൻ്റെ മകളെയാണ് കെട്ടിയേക്കണത്. അതായത് ക്ലീറ്റസ് എന്ന പുള്ളിയുടെ പേര്. നമ്മുടെ വീട് ഞങ്ങളുടെ ചേട്ടനെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ മകളെയാണ് അവൻ കെട്ടിയേക്കണത്. അവൻ്റെ പേര് സുനിൽ എന്നാണ്. ഒറിജിനൽ നെയിം എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. സുനിൽ എന്നാണ് ഞാൻ അറിഞ്ഞേക്കണം. അവൻ്റെ വണ്ടി ഓടിക്കലാണ്. ആ അതെ അത് ഇത് പെങ്ങള് അത് അളിയൻ. ഇതാണ് സുനിലിന്റെ പെങ്ങള് അളിയൻ സുനിലിന്റെ. അതായത് നമ്മുടെ ചേട്ടന്റെ ക്ലീറ്റസ് ചേട്ടന്റെ മകളുടെ നാത്തൂരും ഭർത്താവും. ഇത് ചേട്ടൻ സുനിലിന്റെ ചേട്ടനാണിത്. അവിടെ വന്നിട്ടുണ്ട്, ചന്ദ്രനൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് ഒരു 22 വർഷം മുന്നെയാണെന്ന് തോന്നുന്നു ഞാൻ അവിടെ വന്നേക്കണത്. സായിച്ചേനും ജോയിച്ചേനും കൂടെ. ജോയിച്ചേൻ്റെ വീട്ടിലാണെന്ന് താമസിച്ചത്. അന്ന് നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു അല്ലി. പുള്ളി ആള് പോയി മരിച്ചുപോയി. പുള്ളിനെ നമുക്ക് ഇനി ഓർക്കണ്ട. അതെ ഓർമ്മ. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ആ ഒരു ജലസ് കിട്ടട്ടെ അല്ലേ, ഓർക്കാവല്ലോ. പൊന്നോ അതിനൊക്കെ കയറാൻ ആളുകൾ ഞാൻ കയറിയില്ല. പിന്നെ ആ ഇച്ചിരിക്കില്ലാത്ത സ്ഥാനത്തേക്ക് ഞാൻ പേടിച്ചു പോയി. വെറുതെ 2000 രൂപയും കൊടുത്ത് പാങ്ങാത്ര മേടിക്കാൻ പോയി. അതെ ഒരു ഇതിന് ഇതില്ലണം. ഒരാൾക്ക് 2000 രൂപ വെച്ചാണ് അവിടെ ടിക്കറ്റ് കാശ്. ഇതിനകത്തൊക്കെ കയറാൻ നമുക്ക് പേടിയായി. എനിക്കാണ് പേടിയാണ് ഈ സാധനത്തിലേക്ക്. ഒരു പ്രാവശ്യം ഞാനും മറ്റേ റൗണ്ട് അവിടെ റൗണ്ട് ഞാൻ മാസം പരുത്തട്ടെ ചെന്നില്ല. ആദ്യം ഡേറ്റർ പീസാണ്. അന്ന് ഇതുപോലെ ഞാനും പിള്ളേരും ഇവളൊന്ന് കയറിപ്പിടിയായിട്ടിരിക്കും. അപ്പൊ ഇവള് ഒക്കെ കയറാൻ പറ്റില്ല. ഞാന് പിള്ളേരൊക്കെ ആയിട്ട് പിള്ളേരെ മഴക്കൊക്കെ പറഞ്ഞാൽ കയറ്റി. ആൾക്കാർ കിടന്ന് കാറുണ്ട് ഞാൻ ഈ കുട്ടനാട്ടിൽ. ഞാൻ പറയണി അവൻ്റെ കൊച്ചമ്മകളൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കയറി ഈ കൊച്ചുങ്ങളായിട്ട് കയറി. ഈ സാധനം മയം മേലോട്ട് പോണേ. ആളെ കയറ്റനുസരിച്ച് മേലും. അപ്പൊ ഞാൻ അറ്റ ടോപ്പില് ഞങ്ങൾ ചെന്നാൻ താഴെ ഇങ്ങനെ കയറി പോണേ. താഴെ ഇവിടെ വഴക്ക് പറഞ്ഞേ പൈസ കൊടുത്ത് കയറാനാണ്. ആവശ്യമായ പരിപാടിയൊന്നും കാണിക്കരുത്. ആൾക്കാരെ കൊച്ചെടുക്കുമ്പോഴോ കൊച്ചെടുക്കണോ മര്യാദക്ക് ചാൻഡിനായിട്ട് ഇരിക്കണോന്നൊക്കെ പറഞ്ഞ് കയറി. എങ്ങടാ കയറി ഈ സാധനം പൈസ മുടക്കി അവിടെ കൊടുത്ത് കയറാനാണെങ്കിൽ ഇതിനകത്ത് കയറുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞ് നിലത്തുനിന്ന് ഈ സാധനം ഒരെണ്ണത്തിൽ കയറി. അപ്പൊ അടുത്തേരെ കയറി നമ്മൾ പൊങ്ങി പോകല്ലോ. ഞങ്ങൾ ഏറ്റവും ടോപ്പിച്ചെന്ന് എല്ലാരും കയറി. സംഭവം സാധനം കറക്കി. ആദ്യം ഇങ്ങനെ കറങ്ങി അതിനകത്ത് നല്ല സുഖം. രണ്ടാമത്തെ കറക്കി ഇച്ചിരി ടഫായി. എന്തോടാ ഈ സാധനങ്ങൾ സ്പീഡ് കൂടിയപ്പോ എനിക്ക് ഞാങ്ങടെ പിള്ളേര് വിണ്ടല്ല ഞാൻ കിടന്ന് നിർത്തറാന്ന് പറഞ്ഞ് എനിക്ക് ഇറക്കണമെന്ന് പറഞ്ഞു. എടാ അതുപോലത്തെ സാധനമാണ്. അതുപോലത്തെ സാധനമാണ് ആ സാധനം. എന്റെ പൊന്ന് അത് തന്നെ ഈ പറഞ്ഞ വണ്ടർലയിലുണ്ട്. അത് കെട്ടിടത്തിന്റെ മേലാ കൊണ്ടേ വെച്ചേക്കണം. അതിനകത്ത് നമ്മ പരിസരം തട്ടിയൊന്നുമില്ല. ഈ സാധനത്ത് പറയുമ്പോ തന്നെ എന്റെ പിടിവിട്ട് പോയി. എന്നാന്നറിയോ ഇവിടെ ഇത് ഇവള് ബാക്കിയിരിക്കണം. ഞാൻ എന്റെ ഫ്രണ്ടിലായിട്ട് ചെയ്തേക്കണം. ഈ സാധനം കണ്ടും ഈ കൊട്ടണത്തുനിന്ന് ഞാൻ മേലോട്ട് പോയിട്ട് താഴത്തോട്ട് പോലും പോടല്ല. എന്തോ ഒരു സാധനം ഇവിടെ നിന്നൊക്കെ വിട്ടുപോണ പോലെയൊക്കെ തോന്നണം. പൊന്നോ ഞാൻ പേടിച്ചു പോയി. എന്നിട്ട് എന്നെ നിങ്ങളില്ലേ അവിടെ കയറാം വാ ഇവിടെ കയറാൻ പിന്നെ എന്റെ കോപ്പല്ലേ അമ്മ. ഞാൻ കയറിയൊന്നുമില്ല. ഇതിങ്ങ പിന്നെ ഏറ്റവും മേളിന്നില്ലേ ഇങ്ങനെ കമന്ന് കിടന്നൊരു സാധനത്തിൽ കൂടി ഇങ്ങനെ തീട്ടി വരുവേ. അതിനകത്ത് കയറാനൊക്കെ എന്നോട് പറയും. ഞാൻ പറഞ്ഞ ആണെന്നുള്ളതെന്ന് പറയും. പിള്ളേര് ഇവരൊക്കെ കയറി. എന്നിട്ട് ഞാൻ പിന്നെ അവസാനം ഇവരായിട്ട് പറഞ്ഞേ എനിക്ക് തലവേദന എടുക്കണം പറയും. തലവേദന എടുത്തിട്ട് ഛർദ്ദിക്കാൻ വന്നിരിക്കും പൊതിക്കെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെയെങ്കിലും പോട്ടല്ലാന്ന് പറഞ്ഞേ. ഏത് ഞാനിത് മലപ്പുറം വിട്ടതാണ്. എനിക്ക് തലവേദന കുഴപ്പമൊന്നുമില്ല. കൊച്ചിനെ വന്നിട്ട് ഇടയ്ക്കല്ല ഞാൻ എനിക്ക് അവസാനം ഇതൊക്കെ ഇതിലേക്ക് കയറ്റുമെന്ന് എനിക്ക് ഉറപ്പായി. എന്താ വെച്ചാൽ അമ്മമാര് പിടിച്ച് എന്നെ കയറ്റാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞേ എനിക്ക് തലവേദന ഛർദ്ദിക്കാൻ വന്നിരിക്കും. ഞാൻ ഇതിനകത്ത് പിന്നെ ഞാൻ അലമ്പോ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു.
അങ്ങനെ പിന്നെ ഇവര് പോയി കയറി. പിന്നെ അവസാനം കൊച്ചിങ്ങ വന്നിട്ട് പറഞ്ഞ് മറ്റേ ഒരു തൂങ്ങിപ്പോണ സാധനം ഉണ്ട്, അതിനകത്ത് കയറാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടി അതിനകത്ത് കയറി. അത് കുഴപ്പമില്ല. 2 വയസ്സുള്ള പിള്ളേർ കയറുന്ന സാധനം അത് പിള്ളേര് അത് കുഴപ്പം, എനിക്കത് കുഴപ്പമായിട്ട് തോന്നി. എന്നാലും അതിന് ഇച്ചിരി പേടിക്കാനുള്ള സംഭവം ഉണ്ടെന്ന് വെച്ചാൽ വെള്ളത്തിൽ കൂടി ഇങ്ങനെ കൈ പിടിച്ച് വലിച്ചു വരും. അതിന്റെ ഒരു സാധനത്തിൽ കൂടി നമ്മ തെന്നി അങ്ങോട്ട് പോകും. ആ തെന്നി കൊണ്ട് ഭയങ്കര സ്പീഡിലാണ്. അത് ഇച്ചിരി വേദന എടുക്കും. നമുക്ക് ഇച്ചിരി ഉള്ളിൽ ഇച്ചിരി ഭയം ഉണ്ടാവും. അത് കഴിഞ്ഞപ്പോൾ ആ വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ കുറച്ച് നേരം നമുക്ക് കൈക്ക് വലിക്കണം, ഇച്ചിരി കഷ്ടപ്പാടുണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ ഇതുപോലെ ഒരു തുള വരും, അതിൽ കൂടി ഇറങ്ങി പോകും. അത് സൂപ്പർ സാധനമുണ്ട്. ഞാൻ അവിടെ പോയെങ്കിൽ അതിനകത്ത് വന്നേ പറഞ്ഞുള്ളൂ, വേറെ സാധനത്തിൽ അതാകുമ്പോൾ കുഴപ്പമില്ല, റിസ്ക് ഇല്ലാത്ത അത് തന്നെ. മറ്റത് ഡേഞ്ചർ പീസ് എന്റെ പൊന്നോ. ഞാനോടത്ത് എടുത്ത് മഴ ഏറ്റവും ഹൈറ്റ് നിൽക്കുന്ന ഒരു സാധനമുണ്ട്, ആ സാധനത്തിൽ കയറി ചത്തു പോകും. പിറ്റേത് പെട്ടി വെച്ച് രാമരാമ അടിച്ചാൽ അതേപോലത്തെ സാധനം. അവിടെ ഈ സാധനം ഇങ്ങനെ വന്നിട്ടില്ല, കറങ്ങി ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കറങ്ങി വിട്ടിട്ടില്ല. പിന്നെ അത് തന്നെ വേക്കുമ്പോ തന്നെ ആളുടെ പിടി കിട്ടും. അത് പറഞ്ഞു അവനൊരു ഇത് ചെയ്യാറുന്നല്ലേ, സ്റ്റാൻഡപ്പ് ചെയ്യാറുന്നല്ലേ. ഇത് മാത്രം അടിച്ചാൽ മതി. ഇവിടെ തലയെ കുത്തി നിൽക്കണം ഒരു സാധനം. ഇങ്ങനെ വന്ന് ആട് കുറെ ആടി ഇങ്ങനെ കുറച്ച് നേരം ഇവിടെ വന്ന് നിൽക്കും. പിന്നെ ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ ആടി ചുറ്റിക്ക പോലത്തെ സാധനം. പിന്നെ ഇതുപോലെ തലയും കുത്തി നിൽക്കണം, ആൾക്കാർ തലയും കുത്തി നിൽക്കും. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ നമ്മ ആള് തീർന്നു. എനിക്ക് പേടിയുണ്ടോ, മൂന്നാള് തന്നെ നല്ല രീതിയിൽ ആടിയാ എനിക്ക് പേടിയാണ്. ഇപ്പൊ നമ്മയില്ലേ ശരിക്കും ഒരു നല്ലൊരു ഇതിൽ വന്നിട്ട് നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ പൊങ്ങിയത്, അന്നാലൊരു ചെറിയൊരു ഇത് വരും. അന്നാലും ഇതിനകത്തൊക്കെ കയറാൻ പോണ എന്റെ പൊന്നെ ഒന്നും പറയുന്നു. സാധനം സംഭവം അടിപൊളിയാണ്. പക്ഷേ നമ്മളെ കൊണ്ട് നടക്കില്ല. ഇവർക്കൊക്കെ കയറി നമുക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല. എനിക്ക് ഇങ്ങനെ വണ്ടിയിലിരുന്ന് എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോകണമെങ്കിൽ നല്ല മൂടാണ്. അല്ലാണ്ട് ചുമ്മാ ആവശ്യമില്ലാത്ത ഗ്യാസ് കെട്ടിലൊക്കെ പിടിച്ച് ഉയരും കളഞ്ഞ് ഉള്ള കാലം പോലെ. മറ്റേ പുള്ളി പറഞ്ഞ വെള്ളം കുടിച്ചോ, ഇത്തിരി വെള്ളം കുടിച്ചോ ഉയരുണ്ടെങ്കിൽ ഊഞ്ഞാലാണെന്ന് പറഞ്ഞ കണക്കുള്ള ഗ്യാസ് കെട്ടണത്. അയ്യോ ചത്തുപോകണം അതിനകത്ത്. എന്നിട്ട് പിന്നെ വന്ന് വിളിക്കാം അതിനകത്ത് കയറാതെ. ഞാൻ പറഞ്ഞു എനിക്ക് തലവേദന എടുക്കണം. ഒന്നും പറയുന്നത് ഇങ്ങോട്ട് നോക്കിയാട്ടെ.